ഒറ്റ തുണ്ട് പൊരുത്തപ്പെടാത്തിൽ നമ്മൾ താമസിക്കണ്ട. നമ്മൾ അതിൽ നിസ്കരിച്ചിട്ട് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമായിട്ട് സക്കറാത്തുൽ മൗത്തിന്റെ ഹാലത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് കാര്യബോധത്തോടുകൂടെ തീരുമാനിക്കണം. മറ്റൊന്നുകൂടി പറയട്ടെ, സമയം പരിമിതമാണ്. എഴുതി തള്ളാനുള്ളതല്ല കടങ്ങളൊക്കെ വീട്ടണം, കൊടുക്കണം. പൊരേല് പണിയെടുപ്പിച്ച് താമസിക്കുന്ന വീടിൽ സുസ്ഥിരമായി താമസം ഹലാലായിട്ട് അള്ള ദുആ കബൂലാക്കണമെങ്കിൽ അള്ള നിങ്ങളാ താമസിക്കുന്ന വീട്ടിലെ ബദർമൗലൂദും നിങ്ങളാ താമസിക്കുന്ന വീട്ടിലെ ഖുർആനോത്തും നിങ്ങളാ താമസിക്കുന്ന വീട്ടിലെ നോമ്പ് തുറയും എല്ലാ സുഹൃതങ്ങളും അള്ള കബൂലാക്കണമെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഒറ്റ കുട്ടിക്ക് പൈസ തടഞ്ഞു വെക്കാൻ പാടില്ല. ഇത് പണിയെടുപ്പിക്കുക. വയറിങ്ങാരൻ വന്ന് അയാൾ കണക്കെടുത്തു പോയി. അയാൾ ബില്ല് കൊടുത്തു. എത്ര വേണ്ടിവരും ഈ കണ്ട വലിയ വമ്മാടൊന്നായിട്ട് വയറിങ് ചെയ്യാൻ? അപ്പോ ഇതിന് വമ്മാടൊന്നായിട്ട് വയറിങ്ങിന് 1,50,000 വേണം. ആ എന്നാ ശരി, ഇതാ സാധനങ്ങളൊക്കെ ഇറക്കാൻ, മെറ്റീരിയൽസ് ഇറക്കാൻ 50,000 കൊടുത്തു. മറ്റാൾ കണക്ക് നല്ല എഴുതിയിട്ടുണ്ട്, ചാക്കുന്നില്ല കണക്കെടുക്ക എഴുതിക്കുന്ന ആളാ. അയാൾ കണക്ക് ചെയ്തിട്ടുണ്ട് 50,000, ഇയാള് കണക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊടുത്തു 25,000 ജോലി ഇങ്ങനെ തുടങ്ങിയപ്പോ. അപ്പൊ ഇയാളെ കീഴിലെ ജോലിക്കാർക്കും ഇയാളുടെ പൈസ കൊടുക്കേണ്ടത്. പിന്നെയും കൊടുത്തു 25,000. പിന്നെ പണി ഇങ്ങനെ ഏകദേശം ഇങ്ങനെ തകൃതിയായി പൂർത്തീകരിക്കാം. അപ്പൊ പിന്നെയും കൊടുത്തു 25,000. ഇങ്ങനെ കൊടുത്ത് ലാസ്റ്റ് പിന്നെ 25,000 ബാക്കിയുണ്ട്. അത് പണി തീരുന്ന അന്ന് കിട്ടുന്ന പ്രതീക്ഷയിൽ ഇവല അങ്ങനെ പണിയെടുത്തു. അപ്പൊ അന്ന് ഒരു 5,000 റുപ്യ കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി എടുക്കട്ടോ. എവിടുന്നാണ് എടുക്കുക? മാസ്റ്ററേന്നോ? എന്നിട്ട് അതിലാണ് അൽഫാത്തിയ ഓതിട്ട് കൂടുന്നത്. ആ ബദരീങ്ങളെ പേരൻ ചെല്ലിയപ്പോക്കിന് 25,000 അള്ള പുറത്തു നിന്ന് കണക്കത് കൂട്ടിയിരുന്നോളൂ നിങ്ങള്. റുപ്യ കണക്കില്ലാതെ കൊടുക്കണം. അങ്ങനെ ഒന്ന് കൂട്ടി നോക്കി. വാർപ്പിന്റെ പണിക്കാർക്കൊക്കെ കൊടുത്തണോ? പടവിന്റെ പണിക്കാർക്ക് കൊടുത്തണോ? ഇനി അടിയിലൊട്ടിച്ച മാർബിളിന്റെ ഇങ്ങനെ കുത്തിർന്ന പോലെ കസേരയിൽ മാർബിളിന്റെ പണിക്കാർക്ക് കൊടുത്തണോ? ഒരൊറ്റ കുട്ടിക്ക് ഉറുപ്പില്ലാതെ കൊടുക്കണം, എണ്ണം കണക്കാക്കിയിട്ട്. അത് ശരി, ഇതാ നമ്മളെ ഏർപ്പാട്. നമ്മളൊരു വാക്ക് പറയാം, എന്നിട്ട് ആ വാക്കിന് ഇങ്ങോട്ട് എഴുതി വാങ്ങാം. കൊടുക്കുന്നിടത്തപ്പോ ഞൈ വർത്താനം പറയാം. അതുകൊണ്ട് ഏതെങ്കിലും അത്തരത്തിലൊരു ഹക്ക് പെരടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ വീട്ടാൻ താമസം വേണ്ട, വേഗം വീട്ടിക്കൊള്ളണം. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അയാൾക്ക് ഇവിടെ വയറിങ്ങിന്റെ പണിയാണ്. അയാൾ ഗൾഫ് പോകുമ്പോ നിങ്ങളെന്തിനാ പോകണം? ഇവിടെ നിന്നാൽ തന്നെ ഈ പിന്നെ കൂലിപ്പണിക്കൊക്കെ നല്ല പൈസ ഇല്ല നിങ്ങൾക്ക്? ഒരു ദിവസം തന്നെ ഒരു വൈകുന്നേരം വരെയൊക്കെ പണിയെടുത്താൽ നല്ല സംഖ്യ കിട്ടൂലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദേ സംഖ്യ കിട്ടും, പിന്നെന്തിനാ പോണ്? പിന്നെ അയാൾ കുറച്ചു നേരം പറയാൻ പഠിച്ചു. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, എല്ലാരും തരികയാണെങ്കിൽ പോണ്ടില്ലേന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സത്യല്ലേ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്? ഒരു കുട്ടിനെ ചതിക്കാത്ത ചെറുപ്പക്കാരനാണ്. ഗൾഫിൽ പോയ ആൾ, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അത്രയും വിശ്വസ്തതയിൽ ജോലി എടുക്കുന്ന ആളാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് നേരാക്കാൻ കൊടുത്താൽ, ഒരു മോട്ടോർ നേരാക്കാൻ കൊടുത്താൽ, ഒരു വയർ ഫിറ്റ് ചെയ്താൽ ഓൾക്ക് അതിനുള്ള പൈസ വാങ്ങാം, അതുപോലെ ജോലിയാ. പക്ഷെ ഇയാൾ 100 റുപ്യ വാങ്ങുള്ളൂ. കാരണം അയാൾ പറയും ഒരു വയറേ കൊടുക്കിയിട്ടുള്ളൂ. ആ ഒരു വയറേ നമുക്കറിയോ? അതിന് ഇൽമു വേണ്ടേ? നമ്മൾ കൊടുക്കുന്നതിനുള്ളൂ കത്തി പോവുക. അപ്പൊ അയാൾക്ക് 500 വാങ്ങാം, അത് അയാളെ ഇൽമിനനുസരിച്ചുള്ള ജോലിയാ. പക്ഷെ അത് വാങ്ങൂല. അത്രയും കൃത്യതയിൽ നടക്കുന്ന ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ വാറിങ്ങൊക്കെ നടത്തിയിട്ട് പൈസ കുറച്ച് കിട്ടാണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കിട്ടാൻ കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട്, ഒരു 3 ലക്ഷമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാണ്. ഇവലൊക്കെ പൊരേ കൂടിയതല്ലേ? നമ്മള് വെല്ലിപ്പാറ കയ്യിലാണ് അതിന്റെ പൊരന്റെ റൂട്ടെങ്കിൽ മക്കളെ പൈസയെന്ന് പിടുങ്ങിയെടുത്തിട്ട് ബാക്കിയുള്ളത് അമുക്കിയിട്ട് ബാക്കിയുള്ളവരോട് പോകാൻ പറഞ്ഞാൽ പോരാ, കറക്റ്റ് കൊടുക്കണം. ഒരാളോട് പറഞ്ഞ വാക്കിൽ ഒരു ഹർഫ് തെറ്റിക്കാൻ പാടില്ല. അത്രയും കറക്റ്റ്. ഹബീബ് റസൂലുള്ളാഹി